ഇർഫാൻ ഹബീബിന് നേരെ ആക്രമണം. ദില്ലി സർവകലാശാലയിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ ABVP എന്ന ഐസ. വിവരങ്ങളും पानी पीकर तो ये सब तो चलते रहेगा, मतलब ये यही होना है, मतलब ये तो प्रॉब्लम भी है, इसी के बारे में बात सब कर रहे हैं. How difficult times are. You can't even stand on the road. You can't even talk on the road. Forget about the campus. So people have problems even with that. So despite all this struggle has to continue, because this is what calls for more vigor in our fight and more strength in our fight, because വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് കൂടി ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. റഷീദ്, ദില്ലി സർവകലാശാലയിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. എപ്പോഴായിരുന്നു ആക്രമണം? ആക്രമണത്തിന് പിന്നിൽ ABVP എന്നാണ് ഐസ ആരോപിക്കുന്നത്. എന്തൊക്കെയാണ് വിശദമായ വിവരങ്ങൾ? ഉമ, അല്പസമയം മുമ്പാണ് ദില്ലിയിലെ സർവകലാശാലയിൽ ചരിത്രകാരനും പ്രൊഫസർ കൂടിയായിട്ടുള്ള ഇർഫാൻ ഹബീബിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം പ്രസംഗിക്കുന്നതിനിടയിൽ പിന്നിൽ നിന്നും ഒരു സംഘം വെള്ളം അടങ്ങിയിട്ടുള്ള ബക്കറ്റ് എറിയുകയായിരുന്നു. ഈ വെള്ളമൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്കും ഈ ബക്കറ്റ് മുന്നിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ നേരേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ ഐസ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിക്കിടയിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഈ ആക്രമണത്തിന് പിന്നിൽ ABVP പ്രവർത്തകരാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഐസ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം ഈ പ്രസംഗിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. പുറകിലുണ്ടായിരുന്ന മതിലിനെ പിന്നിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ദൃശ്യങ്ങളിൽ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അദ്ദേഹം പ്രസംഗം തുടരുകയും പിന്നീട് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പരാതിയോ പരിഭവമോ ഇല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇർഫാൻ ഹബീബ് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. ദില്ലിയിലെ സർവകലാശാലയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ വിവിധ പരിപാടികൾക്കിടയിൽ നിരവധി ഉന്നതരായിട്ടുള്ള ആളുകളെ അടക്കം ആക്രമിക്കുന്ന സ്വഭാവത്തിലേക്ക് ABVP നേരത്തെ കടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കടുത്ത പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ഐസ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, അബ്ദുൾ റഷീദാണ് വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്.